ഒരു ജാതി വാർത്ത. റിപ്പോർട്ടർ ചാനൽ പറഞ്ഞത് അതിജീവിതയുടെ കരച്ചിൽ ഫോണിലൂടെ ശബ്ദം കേട്ടപ്പോൾ ഒരു പക്ഷിക്കുഞ്ഞ് കരയുന്ന പോലെയാണെന്ന്. നമ്മുടെ രാഹുൽ ഈശ്വർ ഇപ്പോ ജയിലിൽ 14 ദിവസത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഒരു കുട്ടി പക്ഷിക്കുഞ്ഞും ഒരാളെ നിലവിളിച്ച് പോവാണ്. 30 സെക്കൻഡ് കാര്യം പറയട്ടെ ചോദിച്ച ആളെ 14 ദിവസത്തേക്ക് അകത്തിട്ടു. ഇവിടെ ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളില്ല എന്ന് കണ്ടിട്ടാണ് രാഹുൽ ഈശ്വർ കളത്തിലിറങ്ങിയത്. പക്ഷെ ഈ ആണുങ്ങൾ തന്നെ പക്ഷിക്കുഞ്ഞുങ്ങൾ കരയുന്ന നോക്കിയിരുന്നാൽ പിന്നെ എങ്ങനെ ആണുങ്ങൾ കരയുന്നത് കാണും? രാഹുൽ ഈശ്വർ പറയാണ്, എന്റെ ഈ സമരം പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു സ്വാതന്ത്ര്യ സമരമാണ്. വൈദ്യപരിശോധനയ്ക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. അതിജീവിതയുടെ ഫോട്ടോ ഇട്ടിട്ടില്ല, പിന്നെ എന്നെ കൊടുക്കാനുള്ള ശ്രമമാണ്. ഞാൻ പറയുന്നത് കോടതി കേൾക്കുന്നില്ല, പോലീസുകാരെ എഴുതി ചേർത്ത് കൊടുക്കുന്നതാണ് കോടതി കേൾക്കുന്നത്. ഇവിടത്തെ നിയമ സംവിധാനങ്ങളെല്ലാം ഭരിക്കുന്ന പാർട്ടിയുടേതാണ്. അതുകൊണ്ട് ഞാൻ ഇനി പട്ടിണി കിടന്ന് ഗാന്ധിയൻ മാർഗത്തിലൂടെ ഉപവസിക്കാൻ പോവാണ്. എന്നിട്ടെങ്കിലും ഇവിടെ പക്ഷിക്കുഞ്ഞ് കരയുന്നതിനെതിരായി ഒരു പുരുഷന്റെ കരച്ചിൽ കാണുന്നൊരു ദിവസം കണ്ടിട്ട് ഈ ഉപവാസം ഞാൻ നിർത്തുള്ളൂ എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. രാഹുൽ ഈശ്വറിന്റെ ഭാര്യ പറയുന്നത് അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു? ആ സ്ത്രീ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീയുടെ കരച്ചില് ഡോക്ടർ അരുൺ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. അതും ഒരു പക്ഷിക്കുഞ്ഞിന്റെ കരച്ചിലല്ലേ?